നമസ്കാരം, ഞാൻ മിഥുന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണ്ണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു വ്യക്തിത്വ വൈകല്യമാണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് മുഴുവനും നമ്മൾ ഒരു 3 ക്ലസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി. അതിൽ ക്ലസ്റ്റർ എയിൽ വരുന്നതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കീസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ക്ലസ്റ്റർ എയിൽ വരുന്നതാണ്. ക്ലസ്റ്റർ ബിയിലാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ വരുന്നത്. ക്ലസ്റ്റർ സിയിൽ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡറും അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡറും ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറും ആണ് വരുന്നത്. അങ്ങനെ 3 എണ്ണമാണ് ക്ലസ്റ്റർ സിയിൽ വരുന്നത്. ഇതിന്റെയൊക്കെ തന്നെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സംശയരോഗം, അതായത് ഒരു കാരണവും ഇല്ലാതെ നമ്മളുടെ തോട്ട്സിലുള്ള ഡിസ്റ്റോഷൻ കാരണം എന്തിനേയും ഏതിനേയും എല്ലാ സമയത്തും നമ്മളൊരു സംശയത്തോടു കൂടി കാണുന്നു എന്നുള്ളതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ളത്. അത് ഇപ്പൊ പാരനോയിയും പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറും രണ്ടും രണ്ടാണ്. പാരനോയ എന്ന് പറയുന്നത് ഡെലൂഷൻ പോലെയാണ്. സ്കിസോഫ്രീനിയയിലൊക്കെ കാണുന്ന ഇപ്പൊ ബാക്കിയുള്ളവർ തന്നെ ആക്രമിക്കാൻ വരുന്നു, എനിക്ക് ഭക്ഷണത്തിൽ വിഷം കലക്കി തരുന്നു, അങ്ങനെയുള്ള ഒരു ഡെലൂഷണൽ ഡിസോർഡേഴ്സിലും സ്കിസോഫ്രീനിയയിലും സൈക്കോസിസ്, ബൈപോളറിലൊക്കെ വരുന്ന ഒരു ഇറാഷണൽ ആയിട്ടുള്ള പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് പാരനോയ. അതേസമയം പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഒരു പെർവേസീവ് ആയിട്ടുള്ള ഡിസ്ട്രസ്റ്റും സസ്പീഷ്യസ്നെസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇത് മെയിൻലി കാണുന്നത് ഈ ഒരു സിംറ്റംസ് നോക്കുമ്പോൾ സസ്പീഷ്യസ്നെസ് തന്നെയാണ്. അതിന്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർക്ക് ഒരു എക്സ്ട്രാ മറൈറ്റൽ അഫയർ ഉണ്ട് എന്നുള്ളത് ദൃഢമായിട്ടും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അവരെന്തൊക്കെയോ സംസാരിക്കുന്നു, അവിടെ അവരെന്നെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുന്നത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് മറ്റ് സിംറ്റംസ് നോക്കുമ്പോൾ ഇവർക്കൊരു റിലക്റ്റൻസ് ഉണ്ടാവും തങ്ങളുടെ കാര്യങ്ങൾ ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ഇൻഫോർമേഷൻ അത് അവരറിഞ്ഞാൽ അവരത് തനിക്ക് നേരെ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ തൻ്റെ ആരോടും സംസാരിക്കണ്ട, അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാവരും ശത്രുക്കളാണ്, എല്ലാവരും ചീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവരിലുണ്ടാവും. അതുപോലെ തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണമാണെന്നുണ്ടെങ്കിൽ അതിനെ വളരെ വളച്ചൊടിച്ച് ഇപ്പൊ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ വളരെ കോംപ്ലക്സ് ആയിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഒരാള് ഒരു കോംപ്ലിമെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സാർക്കാസമായിട്ട് തെറ്റിദ്ധരിക്കുന്നു, റീഡിങ് ബിറ്റ്വീൻ ലൈൻസ്, ഇതൊക്കെ അവരിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രഡ്ജസം, ബാക്കിയുള്ളവർ മനസ്സിൽ വിചാരിക്കാത്ത ഒരു കാര്യത്തിനെ ഒരു വലിയ പ്രശ്നമായിട്ട് എടുത്ത് അത് കുറെ കാലം മനസ്സിൽ കൊണ്ട് നടക്കുക എന്നുള്ള, ഒട്ടും ഫോർഗീവ് ചെയ്യാത്ത രീതിയിൽ അതിനെ ഒരു പ്രശ്നമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതൊക്കെ ഇവരിൽ കാണാൻ പറ്റും. അതേപോലെ ജലസി, ഇപ്പൊ കൂടെയുള്ള ആൾക്കാർ വിൻ ചെയ്യുമ്പോൾ അവരോട് വലിയ രീതിയിലുള്ള കുശുമ്പും അസൂയയും ഒക്കെ ഫീൽ ചെയ്യുന്നത് ഇവരിൽ കോമൺ ആയാണ്. ആൻഡ് സീക്രട്ടീവ് ആയിരിക്കും, അവരുടെ കാര്യങ്ങൾ എപ്പോഴും സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക, ബാക്കിയുള്ളവരായിട്ട് സംസാരിക്കില്ല, അങ്ങനെയുള്ളത്. ഡിഫെൻസീവ് ആയിരിക്കും, വലിയ രീതിയിലുള്ള ഹോസ്റ്റൈൽ ബിഹേവിയറൽ പാറ്റേൺ, അഗ്രസീവ് ആവുക, ആർഗ്യുമെന്റേറ്റീവ് ആവുക, ഞാനാണ് ശരി അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ശരിയല്ല, എല്ലാം ബാക്കിയുള്ളവരുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസൈറ്റ് ഇവരിൽ ഒട്ടും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഒരു റിജിഡ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺ, അല്ലെങ്കിൽ ഇതാണ് ശരി എന്നുള്ളതിൽ അവർ ഉറച്ചു നിൽക്കും. ഇതെല്ലാം നമുക്ക് പാരനോയിഡ് പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ഹൈപ്പർ വിജിലന്റ് ആയിരിക്കും, എപ്പോഴും ചുറ്റുമുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാർട്ട്ണർക്കാണ് ഒരു എക്സ്ട്രാ മറൈറ്റൽ അഫയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ടാവും, പിന്നീടും അവരെ ത്രൂ ഔട്ട് അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എന്തിനു സംസാരിക്കുന്നു, എത്ര സമയം സംസാരിക്കുക, ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അതേപോലെ പ്രൊജക്ഷൻ ഉണ്ടാവും, അവരുടെ ഫീലിങ്സിനെ വേറൊരു വ്യക്തിയുടെ നേരെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയുടെ നേരെ അട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ ഞാനാണ് ദേഷ്യക്കാരൻ അല്ലെങ്കിൽ ദേഷ്യക്കാരി എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരുടെ ദേഷ്യം കാണുക, അല്ലെങ്കിൽ അവരാണ് ദേഷ്യം കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൽ കോമൺ ആണ്. ഒരു സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാവും, കൂട്ടത്തിൽ കൂടാതെ ഇരിക്കുക, അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ളവരെല്ലാം തനിക്ക് ശത്രുക്കളാണ്, അവരെല്ലാം തനിക്ക് എതിരാണ്, തന്നെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോട്ടൊക്കെ ഇവരിൽ ഉണ്ടാവാം.
പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്തുകൊണ്ട് ഉണ്ടാവുന്നു നോക്കുകയാണ്. പല കോസസും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. മെയിനായിട്ടും ജെനറ്റിക്സ് തന്നെയാണ്. അതായത് പാരൻസിൽ നിന്ന് കൈമാറി വരുന്ന ജീൻ. ഇപ്പൊ പാരൻസിന് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ സെറ്റിംഗ്, ഒരു കൾച്ചറൽ സെറ്റിംഗ്, അങ്ങനെ സസ്പീഷ്യസ്നെസ്സും ഡിസ്ട്രസ്റ്റ് ഒക്കെ ഉള്ള ഒരു കൾച്ചറിൽ നമ്മൾ വളർന്നു വരികയാണ്. അപ്പൊ ബിഹേവിയറൽ തിയറീസ് ഒക്കെ നോക്കുമ്പോൾ ഒരു ഒബ്സർവേഷനിലൂടെ സംശയം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടീഷനിങ്ങിലൂടെ നമുക്ക് ഇതുവരെ കിട്ടിയ എക്സ്പീരിയൻസസ്, ഒരു കണ്ടീഷനിങ്ങിലൂടെ സംശയം ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമ ഒരു വലിയ കാരണമാണ്. ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുമ്പോൾ പാരന്റിങ് സ്റ്റൈല്, ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണ് വളർന്നു വന്നത്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാരന്റിങ്, എല്ലാത്തിനും ഡൗട്ട്ഫുൾ ആവുന്ന പാരന്റ്സ്, എല്ലാം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന പാരന്റ്സ്, അതുപോലെ തന്നെ മുന്നുണ്ടായിട്ടുള്ള ട്രോമകൾ, അത് ഈവൻ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവിടെ തന്നെ സംശയിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഗോസ്റ്റിംഗ് പോലെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് അത് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസിലേക്കും ട്രസ്റ്റ് ഇഷ്യൂസിലേക്കും ഒക്കെ വഴിതിരിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അറ്റാച്ച്മെന്റ് സ്റ്റൈല്, ആൻഷ്യസ് അറ്റാച്ച്മെന്റ്, എപ്പോഴും ഒരു അഷ്വറൻസ് സീക്ക് ചെയ്യുന്ന പോലെയുള്ള അറ്റാച്ച്മെന്റ്, എപ്പോഴും ഒരു വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന പോലെയുള്ള അറ്റാച്ച്മെന്റ്, അതുപോലെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. ഒരേ സമയം നമുക്കൊരു വ്യക്തി കൂടെ വേണം, എന്നാൽ അതേസമയം അയാളിൽ നിന്ന് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് ഒക്കെ സംശയം ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തോട്ടിൽ വരുന്ന ഡിസ്റ്റോഷൻസ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോഷൻസ്, നമ്മൾ മുന്നേ കോഗ്നിറ്റീവ് ഡിസ്റ്റോഷൻസിനെ കുറിച്ചൊക്കെ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ മെയിൻലി പറയുകയാണെങ്കിൽ ഓവർ ജനറലൈസേഷൻ. ഇപ്പൊ ഒരു വ്യക്തി ഒരു സമയത്ത് നമ്മളുടെ അടുത്ത് കള്ളം പറഞ്ഞു, അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും കള്ളം പറയുന്ന രീതിയിൽ നമ്മൾ അവരെ കാണുന്നു, അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള അറ്റൻഷൻ. ഇപ്പോൾ എൻ്റെ വിശ്വാസങ്ങളെ കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് മാത്രമേ ഞാൻ ചെവികൊള്ളുന്നുള്ളൂ. അങ്ങനെയുള്ള കുറെ ചിന്തയിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതിനൊരു വലിയ കാരണമാവുന്നുണ്ട്. അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഒരു റീസൺ ആവുന്നുണ്ട്. സോഷ്യൽ ഐസൊലേഷൻ ഒരു കാരണമാണ്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നോക്കുമ്പോൾ മറ്റ് ഡിസോർഡറിന്റെ സിംറ്റംസ് കാണിക്കുക, അല്ലെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ സ്കീസോടൈപ്പൽ ഡിസോർഡർ, സ്കീസോയിഡ് ഡിസോർഡർ, അവിടെയൊക്കെ ഈ ഒരു സോഷ്യൽ ഐസൊലേഷൻ വരുന്നുണ്ട്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരിക. സ്കീസോടൈപ്പലിൽ ഒരു ഓഡ് രീതിയിലുള്ള തോട്ട് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഒരു മാജിക്കൽ തിങ്കിങ് അതിലുണ്ടാവും. ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ, ബൈപോളാറിൽ ഡെല്യൂഷൻ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. ആൻസൈറ്റിയിലൊക്കെ ഒബ്സെഷൻസ്, നമുക്ക് അതൊരു സംശയമാണ്, ഒരു ഡൗട്ടാണ്, ചെയ്തോ ഇല്ലയോ വീണ്ടും കൺഫേം ചെയ്യുക, ചെക്കിങ് വരിക, പെർഫെക്ഷനിസം വരിക, കണ്ടാമിനേഷൻ OCDs ഒക്കെ തന്നെ അവിടെ ഒരു ഡൗട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ ഇതൊരു പാരനോയിഡ് പേഴ്സണാലിറ്റിയുടെ സിംറ്റംസ് ആണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡിഫറൻഷ്യലി ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോമോബിഡിറ്റി നോക്കുമ്പോൾ മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ടും ഇത്തരം സിംറ്റംസ് ഒക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന അൺസ്റ്റേബിൾ മൂഡ്, അല്ലെങ്കിൽ ഇമോഷൻസ്, അല്ലെങ്കിൽ അതിലുള്ള ഒരു ഇമ്പൾസിവിറ്റി ഒക്കെ ഇവരിലും കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഫിയർ ഓഫ് അബാൻഡൻഡ്, ലൈക്ക് എന്നെ വിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഒക്കെ പാരനോയിഡ് പേഴ്സണാലിറ്റിയിൽ കാണാൻ പറ്റും. അതുപോലെ അവോയ്ഡന്റ് പേഴ്സണാലിറ്റി, എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യുന്നു. സോഷ്യൽ ഐസൊലേഷൻ, ഇപ്പൊ ഡിപ്രഷന്റെയും മറ്റ് മൂഡ് ഡിസോർഡേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഇത് പതിയെ പതിയെ ഒരു സംശയത്തിലേക്ക്, അല്ലെങ്കിൽ അവരാരും തന്നെ കൂട്ടുന്നില്ല, തനിക്കെതിരാണ്, തന്റെ ശത്രുക്കളാണ്, തന്നെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള തോട്ട്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ത്രൂ അസസ്മെന്റ്സ്, അതേപോലെ അവരടുത്ത് സംസാരിച്ചിട്ടാണ്. അവരുടെ ബിഹേവിയറൽ പാറ്റേൺ, തിങ്കിങ് പാറ്റേൺ, ഇൻസൈറ്റ് ഉണ്ടോ, മൂഡ് എങ്ങനെയാണ്, എത്ര കാലമായി, എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ്. പേഴ്സണൽ ഹിസ്റ്ററി നോക്കും, മുന്നേ ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ ഫാമിലി ഹിസ്റ്ററി ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ കൊളാട്രൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അവരെങ്ങനെയാണ് ഈ വ്യക്തിയെ നോക്കി കാണുന്നത്, ഇപ്പോൾ ഒരാൾ മാത്രം പറയുന്നത് ഉൾക്കൊള്ളാതെ ഒരുപാട് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാവരുടെ അടുത്തും അവർ സംശയം കാണിക്കുന്നുണ്ടോ, അവരുടെ കുഴപ്പമാണോ, അതോ അത് അവരുടെ ആ ഒരു സെറ്റിങ്ങിന്റെ കുഴപ്പമാണോ എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് ഡിഫറൻഷ്യലി നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
ആൻഡ് ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഉള്ള ചാലഞ്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഈ ഒരു വ്യക്തിക്ക് ഇൻസൈറ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ആ വ്യക്തി റിയലൈസ് ചെയ്യുന്നില്ല തൻ്റെതാണ് പ്രശ്നം എന്നുള്ളത്. അതേസമയം ബാക്കിയുള്ളവരെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവരാണ് കുഴപ്പക്കാര്, അവരാണ് പ്രശ്നക്കാര്, അവരെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആണ് അവരെപ്പോഴും പെരുമാറുന്നത്. അതുപോലെ തന്നെ റിലക്റ്റന്റ് ആയിരിക്കും അവരുടെ കാര്യങ്ങൾ ഒരാളടുത്ത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സംഭവം അവർ ആഗ്രഹിക്കുന്നില്ല. എല്ലാതും വളരെ സീക്രട്ട് ആയിട്ട് വെക്കണം. അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈവൻ ഒരു തെറാപ്പിസ്റ്റിനെ ആണെങ്കിലും അവർക്ക് അവിടെ ആ ഒരു വിശ്വാസം ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ റാപ്പോ ചെയ്യുന്നതിലൊക്കെ നമ്മൾ ഒത്തിരി ചാലഞ്ചസ് ഫേസ് ചെയ്യും. അതുകൊണ്ട് അവർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ആൻഡ് അതേപോലെ ഒരു കാരണം എന്നുള്ളത് അതിന്റെ ആ ഒരു ക്രോണിക് രീതിയാണ്. ക്രോണിക് ഇൽനെസ് ലൈക്ക് കുറെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന സിംറ്റംസ് ആണ്. അതിലൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുക, ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരിക, അതിൽ വീണ്ടും റിലാപ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. കോമോബിഡിറ്റി മറ്റ് ഇതുപോലുള്ള ഡിസോർഡേഴ്സുമായിട്ടൊക്കെ കൂടെ സിംറ്റംസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്നുള്ളത് തരംതിരിക്കുന്നതും ബുദ്ധിമുട്ടാണ്. ആൻഡ് ലിമിറ്റഡ് സ്റ്റഡീസ് ഈ ഒരു ഫീൽഡിൽ നടന്നിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് റിസർച്ചസ് ഒക്കെ തന്നെ ഇതിലുള്ള ട്രീറ്റ്മെന്റിന് വലിയൊരു ചാലഞ്ച് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലേബലിംഗ് അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാനാണ് പ്രശ്നക്കാരെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രശ്നക്കാർ ലൈക്ക് ഞാൻ കാരണമാണ്. അവർ പലപ്പോഴും വരുന്നത് ബാക്കിയുള്ളവർക്കാണ് ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലായിരിക്കും ക്ലിനിക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നോക്കുമ്പോൾ ട്രീറ്റ്മെന്റിന് വളരെ കുറച്ച് മാത്രമേ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ മെയിൻ ആയിട്ടും സൈക്കോതെറാപ്പീസ്, CBT കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, സ്കീമ തെറാപ്പി അവരുടെ ഓൾറെഡി ഇംപ്ലാന്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികളെ മാറ്റി പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരിക, കൊഗ്നിഷനിൽ മാറ്റം കൊണ്ടുവരിക. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ ഈ പറഞ്ഞ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിൽ മാറ്റം കൊണ്ടുവരിക, ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരിക. അതേപോലെ അവർക്ക് സൈക്കോ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. പല രീതിയിലും അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവിനെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു തെറാപ്പിസ്റ്റ് എപ്പോഴും ശ്രമിക്കുന്നത്. ആൻഡ് വിത്ത് മെഡിക്കേഷൻ ചില കേസസിൽ നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ ഉള്ള ഒരു പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു എക്ലക്റ്റിക് അപ്രോച്ച് ആണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. ഒരുമിച്ച് പല കാര്യങ്ങളും കൺസിഡർ ചെയ്ത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. മുഴുവനായിട്ടും മാറ്റാൻ പറ്റുന്നോ പറ്റുന്നില്ലേ എന്നുള്ളതിനേക്കാളും വലിയ രീതിയിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക, ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം വരുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ.